വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ സർക്കാരിനെതിരെ സമസ്ത എ പി വിഭാഗം കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി മദ്യവ്യാപനത്തിന് പച്ചക്കൊടി കാട്ടുകയാണെന്നാണ് എ പി വിഭാഗത്തിന്റെ മുഖപത്രത്തിന്റെ വിമർശനം. മദ്യത്തെ വീര്യം കൂടിയത് കുറഞ്ഞത് എന്ന് തരംതിരിക്കുന്നത് വിഡ്ഢിത്തമാണ്. മുൻ നിലപാടുകളോടും പ്രകടന പത്രികയോടും മുഖ്യമന്ത്രി നീതി പുലർത്തണം. ആർക്കൊക്കെ ഗുണം ലഭിക്കുമെന്ന് വൈകാതെ തിരിച്ചറിയുമെന്നും സിറാജ് ദിനപത്രത്തിലെ മുഖപ്രസംഗത്തിൽ സമസ്ത എ പി വിഭാഗം പറയുന്നു. സരീഷ് പി കെ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. സരീഷ്, പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശന് ഈ മദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ അത് സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ചർച്ചയാകുന്നു, സമുദായ സംഘടനകളിൽ ചർച്ചയാകുന്നു. സിറാജിലെ മുഖപത്രത്തിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ വി ഡി സതീശൻ എടുത്ത നിലപാടല്ല മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്നത് എന്ന് വ്യാപകമായ വിമർശനങ്ങളുണ്ട്. അത് തന്നെയാണ് ഈ സിറാജിലും സംസ്ഥാന എ പി വിഭാഗത്തിന്റെ മുഖപത്രമായ ഈ സിറാജിലും പറയുന്നത്. ഈ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: പറഞ്ഞ വാക്കുകൾക്ക് വീര്യം കുറയരുത് എന്നുള്ളതാണ് ഈ സിറാജിലെ മുഖപത്രത്തിലെ അല്ലെങ്കിൽ മുഖപ്രസംഗത്തിലെ വാചകം എന്ന് പറയുന്നത്. ഈ നികുതി കുറച്ചത്, അതായത് വീര്യം കുറഞ്ഞ മദ്യങ്ങൾക്ക് നികുതി കുറച്ചത് ദൂരവ്യാപക ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മുഖ്യമന്ത്രി മദ്യവ്യാപനത്തിന് പച്ചക്കൊടി കാട്ടുകയാണ് എന്ന് രൂക്ഷമായൊരു വിമർശനം കൂടി ഈ മുഖപ്രസംഗത്തിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ യുവാക്കളെ മദ്യ ഉപഭോഗത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നതാണ് ഈ നടപടി. മദ്യത്തെ വീര്യം കൂടിയത് കുറഞ്ഞത് എന്ന് തരംതിരിക്കുന്നത് പോലും വിഡ്ഢിത്തരമാണ്. മദ്യനിരോധനമാണ് ഈ നിലവിലെ സമൂഹത്തിന് ആവശ്യം. മുൻ നിലപാടുകളോടും പ്രകടന പത്രികയോടും മുഖ്യമന്ത്രി നീതി പുലർത്തണം എന്നുകൂടി സമസ്ത കൃത്യമായി പറഞ്ഞു വെക്കുന്നു. പുതിയ തീരുമാനം മദ്യ കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. ആർക്കൊക്കെ ഗുണം, അതായത് മദ്യ കമ്പനികളെ സഹായിക്കുന്നതിലൂടെ ആർക്കൊക്കെ ഗുണം ലഭിക്കുമെന്ന് വൈകാതെ തിരിച്ചറിയാം. മുഖ്യമന്ത്രി തീരുമാനം തിരുത്തണമെന്നും ഈ സിറാജിലെ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല കമ്പനികളും, അതായത് കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പല കമ്പനികളും ഇനി കൂടുതലായി കേരളത്തിലേക്ക് എത്തും. അങ്ങനെ കേരളത്തിൽ മദ്യം ഒഴുകുന്ന ഒരു സമീപനം ഉണ്ടാകും, അല്ലെങ്കിൽ മദ്യം ഒഴുകുന്ന ഒരവസ്ഥയിലേക്ക് കേരളം മാറും. ഒപ്പം തന്നെ ഈ മൂല്യച്യുതികളുടെയും തിന്മകളുടെയും സംഘർഷത്തിൻ്റെയും പ്രഭവ കേന്ദ്രമായി ഈ കേരളം മാറുന്നൊരു സാഹചര്യം ഉണ്ടാവും. മദ്യത്തിൻ്റെ സമ്പൂർണ്ണ നിരോധനമാണ് സ്വബോധമുള്ള സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടത്. മദ്യവർജനം പരാജയപ്പെട്ട ആശയമാണെന്ന് എന്നേ തെളിഞ്ഞു കഴിഞ്ഞു എന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ സർക്കാർ ഈ പല ഘട്ടങ്ങളിലും മദ്യവുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനങ്ങളെ വി ഡി സതീശൻ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നപ്പോൾ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ആ നിലപാട് ഇനിയും തുടരണം, ഈ തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകണം എന്നുകൂടി സമസ്ത പറഞ്ഞു വെക്കുകയാണ്. ഓക്കെ, ശരി സരീഷ്.